ഗാസയിലെ പ്രധാന ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറുമ്പോൾ ഇനി അറിയാനുള്ളത് അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതാണ്. വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥയനുസരിച്ചാണ് ഇസ്രായേലിന്റെ ഈ പിന്മാറ്റം. വടക്കൻ ഗാസയുടെയും തെക്കൻ ഗാസയുടെയും നടുവിലായി സ്ഥിതി ചെയ്യുന്ന നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്നാണ് സൈന്യം ഞായറാഴ്ച പ്രധാനമായും പിന്മാറിയത്. ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വലിയ തോതിൽ സംസാര വിഷയമായി മാറിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ സൈന്യം തന്ത്രപ്രധാന മേഖലയിൽ നിന്നും മാറിയിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം മേഖലയിൽ നിന്നും ഞായറാഴ്ച പൂർണ്ണമായി പിന്മാറിയെന്ന് ഹമാസും അറിയിച്ചിട്ടുണ്ട്. സൈനിക പോസ്റ്റുകളും യുദ്ധ ടാങ്കുകളും മാറ്റുകയും ചെയ്തു. ഇരുവശത്തേക്കുമുള്ള ഗതാഗതം പൂർണ്ണതോതിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ബസ്സിലും കാറിലും ട്രാക്കിലും കഴുതവണ്ടികളിലുമായി ആളുകൾ തങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങുന്നതാണ് കാണാനാകുന്നതെന്നും ഹമാസ് വ്യക്തമാക്കുകയുണ്ടായി. ഗാസ യുദ്ധത്തിനിടെ 6 കിലോമീറ്റർ നീളമുള്ള ഈ ഇടനാഴി സൈനിക മേഖലയായി ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ജനുവരി 19 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതു മുതൽ ഈ മേഖലയിലൂടെ വടക്കൻ ഗാസയിലേക്ക് പാലസ്തീൻകാരെ ഇസ്രായേൽ സൈന്യം കടത്തിവിടുന്ന നടപടിയും തുടങ്ങിയിരുന്നു. 6 കിലോമീറ്ററോളം വരുന്ന നെറ്റ്സാരിം ഇടനാഴിയെ നിയന്ത്രണത്തിലാക്കിയാണ് തെക്ക് വടക്കൻ ഗാസ മേഖലകളെ ഇസ്രായേൽ സൈന്യം വേർതിരിച്ച് പ്രധാനമായും നിർത്തിയിരുന്നത്. വെടിനിർത്തൽ നിലവിൽ വന്നതോടെ നെറ്റ്സാരിമിലൂടെ പരിശോധനകളില്ലാതെ കടന്നു പോകാൻ പാലസ്തീൻ പൗരന്മാരെ ഇസ്രായേൽ സൈന്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വടക്കൻ ഗാസയിലെ ആയിരങ്ങളായിരുന്നു കടന്നുപോയത്. എന്നാൽ ഇസ്രായേലുമായും ഈജിപ്തുമായും അതിർത്തി പങ്കിടുന്ന ഗസൻ മേഖലയിലെ ഇസ്രായേൽ സൈന്യം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം ഇടനാഴിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നതോടെ 15 മാസമായി തുടരുന്ന യാത്രാ നിയന്ത്രണത്തിന് കൂടിയാണ് അവസാനമാവുക. ഇതിനിടെ കരാറിന്റെ 2ാം ഘട്ടം നടപ്പിലാക്കുന്നതിനായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നേരിയ പുരോഗതി മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിനിധി സംഘത്തെ ഖത്തറിലേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ ഉന്നത സംഘത്തെ അയച്ചിട്ടില്ല. ഇതിനൊപ്പമാണ് അമേരിക്കയുടെ പ്രഖ്യാപനങ്ങളും ഉണ്ടായിരിക്കുന്നത്. 2ാം ഘട്ടം നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നെതന്യാഹു ഈ ആഴ്ച മന്ത്രിസഭാ യോഗം വിളിക്കാനും സാധ്യതയുണ്ട്. ശനിയാഴ്ച ഹമാസ് വിട്ടയച്ച 3 ബന്ദികളുടെ ആരോഗ്യനിലയിൽ ഇസ്രായേൽ ആശങ്ക അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. 2ാം ഘട്ടത്തിൽ ജീവനോടെയുള്ള എല്ലാ ബന്ദികളെയും ഇസ്രായേലിന് കൈമാറണമെന്നാണ് കരാറിൽ ഉൾപ്പെടുന്ന പ്രധാന നിർദ്ദേശം. അതിന് പകരം ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗാസയിൽ നിന്ന് പിന്മാറുകയും വേണം. പക്ഷേ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാതെ ഗാസയിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാട്. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാതെ അവസാന ബന്ദിയെ മോചിപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് ഇപ്പോൾ നിലവിൽ. ഇത് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗാസ ഏറ്റെടുക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ വെസ്റ്റ് ബാങ്കിൽ ഞായറാഴ്ച 8 മാസം ഗർഭിണിയായ പാലസ്തീൻ യുവതി ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചതായി പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. അതിനിടെ സൗദി അറേബ്യയ്ക്കുള്ളിൽ പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായി അറബ് രാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. എത്ര കാലം എടുത്താലും ഒരാൾക്കും പാലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്നും നീക്കാനാവില്ലെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവനയോട് സൗദിയുടെ പ്രതികരണം. പാലസ്തീനികൾക്ക് അവരുടെ മണ്ണുമായുള്ള ബന്ധം അത് കയ്യേറുന്നവർക്ക് മനസ്സിലാകില്ലെന്നും സൗദി തുറന്നു പറഞ്ഞു. ഇത്തരം ചിന്താഗതിക്കാരാണ് സമാധാനത്തിന്റെ വഴി സ്വീകരിക്കുന്നതിൽ നിന്നും ഇസ്രായേലിനെ തടയുന്നതെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം ശക്തമായി വിമർശിച്ചു. പ്രകോപനപരം തള്ളിക്കളയേണ്ടതുമാണ് പ്രസ്താവനയെന്നും UAE വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇതിനോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നത് ഏറെ നിർണായകമാണ്. പാലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്നും നീക്കാനുള്ള ശ്രമങ്ങൾ തള്ളിക്കളയുന്നുവെന്ന് UAE വ്യക്തമാക്കിയിട്ടുണ്ട്. ആശങ്കകൾ ചർച്ച ചെയ്യാൻ ഈ മാസം 27 ഈജിപ്തിൽ ഉച്ചകോടി ചേരാനുള്ള തീരുമാനം അറബ് രാഷ്ട്രങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. ജനുവരി 19 ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഇതുവരെ 21 ബന്ദികളെയും 566 പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയുണ്ടായി. 3 ആഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോഴേക്കും 33 ബന്ദികളും 1900 തടവുകാരും മോചിപ്പിക്കപ്പെടുമെന്നാണ് നിലനിൽക്കുന്ന പ്രതീക്ഷ. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 48,189 പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.